ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ഇൻപുട്ട് തന്നിരിക്കുന്നത് നോക്കിയാ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ ബി സി, സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ കുറെ ബേസസ് തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് ഡയറക്റ്റ് വേജസ് ഉണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വേണ്ടി വരുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ലൈറ്റ് പോയിന്റ് ഉണ്ട്, അസറ്റ് വാല്യൂ ഉണ്ട്, ഏരിയ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഇത് എന്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് തന്നിരിക്കുന്നത്? ടു കൺസിഡർ ഇറ്റ് ആസ് എ ബേസ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് ടു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ദെൻ ഇവിടെ ദ എക്സ്പെൻസസ് ഫോർ ദി 6 months, അവിടെ വന്നിരിക്കുന്ന എക്സ്പെൻസസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോഴ്സ് ഓവർഹെഡ് ഉണ്ട് 400, ദെൻ മോട്ടീവ് പവർ ഉണ്ട് 1500, ദെൻ ഇലക്ട്രിക് ലൈറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട്, ലേബർ വെൽഫെയർ ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, റിപ്പയേഴ്സ് ഉണ്ട്, ജനറൽ ഓവർഹെഡ് ഉണ്ട്, റെന്റ് ആൻഡ് ടാക്സസ് ഉണ്ട്. സോ അപ്പോർഷൻ ദി എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ് ഇൻ ദി റേഷ്യോ ഓഫ് 4:3:3. പറഞ്ഞിരിക്കുന്നത് എന്താണെന്നാൽ എക്സിൽ നിങ്ങൾ ടോട്ടൽ കിട്ടൂലേ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം, സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള എക്സും വൈയും ഉണ്ട്. ഈ എക്സിനകത്ത് നിങ്ങൾക്ക് കുറെ എക്സ്പെൻസ് കിട്ടുമല്ലോ, കുറെ എമൗണ്ട് കിട്ടുമല്ലോ എക്സിലും വൈയിലും. അതിൽ എക്സിലുള്ളത് നിങ്ങൾ എയിലും ബിയിലും സിയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഏത് റേഷ്യോ പ്രകാരമാണ്? 4:3:3 നേരത്തെ തന്നിട്ടുണ്ട്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്താനുള്ള ബേസ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വൈ പ്രൊപ്പോർഷൻ ടു ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജിന്റെ പ്രൊപ്പോർഷനിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഡയറക്റ്റ് വേജ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഈ റേഷ്യോയിലാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ വൈന്റെ കേസിലുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ സൊല്യൂഷനിലേക്ക് പോവാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഐറ്റംസ്, ബേസ്, ടോട്ടൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ ബി സി എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പൊ ആദ്യം കാണുന്ന ഡയറക്റ്റ് വേജസ് ആണ്. അതിൽ നമ്മൾ ഡയറക്റ്റ് അലോക്കേഷൻ ആണ് ചെയ്യുക. ഡയറക്റ്റ് വേജിന് എന്താ ചെയ്യുക? ഡയറക്റ്റ് അലോക്കേഷൻ ആണ്. ടോട്ടൽ വന്നിരിക്കുന്നത് 2000 ആണ്. നേരിട്ട് അത് എക്സിനും വൈക്കാണ് പോകുന്നത്. ഓക്കെ, എക്സിനും വൈക്കാണ് പോകുന്നത് ഡയറക്റ്റ് വേജസ്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്ന ഡയറക്റ്റ് വരുന്നില്ല, നമ്മൾ ഓവർഹെഡ് മാത്രമേ നമ്മളിവിടെ പരിഗണിക്കുള്ളൂ. ഓക്കെ, ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ ടോട്ടൽ 2500 ഉണ്ട്. അതും എന്താണ്? ഡയറക്റ്റ് അലോക്കേഷൻ ആണ്, ഡയറക്റ്റ് അലോക്കേഷൻ. ഓക്കെ, ദെൻ സ്റ്റോഴ്സ് ഓവർഹെഡ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ അതിന്റെ ബേസ്, ഡയറക്റ്റ് മെറ്റീരിയലിന്റെ ബേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഡയറക്റ്റ് മെറ്റീരിയൽ ഇവിടെ 30, 25, 20, 15, 10 ഈ ഒരു ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ വീതിച്ചു കൊടുക്കുക. ടോട്ടലിനെ വീതി, ഈ 400 നിങ്ങൾ എന്ത് ചെയ്യും? ആ പ്രപ്പോർഷനിൽ എയിലും ബിയിലും സിയിലും എക്സിലും വൈയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. മോട്ടീവ് പവറിന് നമ്മൾ ബേസ് എടുത്തിരിക്കുന്നത് എന്താണ്? കിലോ വാട്ട് ആണ്. കിലോ വാട്ടിന്റെ ബേസിലാണ് നമ്മൾ ഈ ടോട്ടൽ 1500 നമ്മൾ എന്ത് ചെയ്തു? എയിലും ബിയിലും സിയിലും എക്സിലും വൈയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ദെൻ ലൈറ്റിംഗ്, നമ്പർ ഓഫ് എന്ത് പോയിന്റ്? ലൈറ്റ് പോയിന്റ്സ്. നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ് ബേസ് ആക്കി എടുത്തു. അതിന്റെ റേഷ്യോയിൽ ഈ 200 രൂപയെ നമ്മൾ എന്ത് ചെയ്തു? 5 ഡിപ്പാർട്ട്മെന്റിലേക്ക് വീതിച്ചു. ദെൻ ലേബർ വെൽഫെയർ, അവിടെ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞൊരു ബേസ് ഉണ്ട് അല്ലെ. അപ്പം ലേബർ വെൽഫെയർ നമ്പർ ഓഫ് എംപ്ലോയീസിൽ 3000 രൂപ എന്ത് ചെയ്തു? എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ചാർജ് ചെയ്ത് കൊടുത്തു. ദെൻ ഡിപ്രീസിയേഷൻ, അസറ്റ് വാല്യൂ ഉണ്ട്, അതിൽ ചാർജ് ചെയ്തു. റിപ്പയർ ആൻഡ് മെയിന്റനൻസ് ഓഫ് മെഷീനറി ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പം അസറ്റ് വാല്യൂല് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. റേറ്റ്സ് ആൻഡ് ടാക്സസ് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഏരിയന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തി. അപ്പൊ ഇവിടം വരെ നടത്തിയത് എന്താണ്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ടോട്ടൽ ഇത്രയും വരുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് ടു എ ബി സി ആൻഡ് എക്സ് വൈ. നമുക്കറിയാം ഈ നോക്കിക്കോളൂ, ഈ എക്സിന്റെ കേസിലും ഈ വൈന്റെ കേസിലുള്ള ഈ എക്സ്പെൻസിനെ ഇവിടെ നിലനിർത്താൻ പറ്റുമോ? ഇല്ല. എക്സിൽ വന്നിരിക്കുന്ന എമൗണ്ടും വൈയിൽ വന്നിരിക്കുന്ന എമൗണ്ട് 4100 അതേപോലെ 3640 ആണ് അല്ലെ. ഇത് ഇവരുടെ എക്സ്പെൻസ് ആണോ? അല്ല. ആരുടെ എക്സ്പെൻസാ? എന്റെയും ബിന്റെയും സിന്റെ ആണ്. അപ്പൊ എക്സിൽ വന്നിരിക്കുന്ന ആർക്കൊക്കെ കൊടുക്കണം? എക്ക് കൊടുക്കണം, ബിക്ക് കൊടുക്കണം, സിക്ക് കൊടുക്കണം. വൈയിൽ വന്നതോ? എക്ക് കൊടുക്കണം, ബിക്ക് കൊടുക്കണം, സിക്ക് കൊടുക്കണം. ഇതിനെ എന്ത് വിളിക്കുക? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഇത് നടത്താൻ വേണ്ടി പോവാ നമ്മള്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഈ 4100 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? -4100 കിട്ടും. -4100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡിപ്പാർട്ട്മെന്റ് എക്സിനകത്തുള്ള എക്സ്പെൻസ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പൊ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ബേസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എക്സ്, ദി എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് എക്സ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദി റേഷ്യോ 4:3:3 എന്ത് ചെയ്യേണ്ടത്? വീതിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 4:100 എയിലും ബിയിലും സിയിലും മാത്രം വീതിക്കും. വൈയിലേക്ക് പോവോ? ഇല്ല. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. Then, in case of department Y, അല്ലെ, എക്സ്പെൻസ് ഓഫ് എക്സ് നമ്മൾ വീതിച്ചു അല്ലെ, ഏത് റേഷ്യോയിൽ? 4:3:3. Then എക്സ്പെൻസസ് ഓഫ് വൈ നമ്മൾ എന്ത് ചെയ്യാണ്? ഡയറക്റ്റ് വേജസിന്റെ ബേസിൽ വീതിക്കാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞു അല്ലെ. ഡയറക്റ്റ് വേജസ് നോക്കുന്ന സമയത്ത് ഡയറക്റ്റ് വേജസ് നോക്കിയാൽ 7, 6, 5 ഇതിങ്ങനെയാണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വന്നു നമ്മള് 7:6:5 ഈ ടോട്ടൽ എമൗണ്ട് ഇത് 3640 നമ്മൾ എന്ത് ചെയ്തു? വീതിച്ചു. ഓക്കെ. എയിലും ബിയിലും സിയിലും വീതിച്ചു. ദെൻ എയില് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ളതും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ളതും നമ്മൾ ടോട്ടൽ ചെയ്തിട്ടു. ക്ലിയർ? ദെൻ ബിയില് പ്രൈമറി പ്രകാരമുള്ളതും സെക്കൻഡറി പ്രകാരമുള്ളതും ടോട്ടൽ ചെയ്തിട്ടു. സിയില് പ്രൈമറി പ്രകാരമുള്ളതും സെക്കൻഡറി പ്രകാരമുള്ളതും നമ്മൾ ടോട്ടൽ ചെയ്തിട്ടു. ഓക്കെ. സോ ഇതാണ് എന്ത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും? സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കട്ട് ചെയ്യും? സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ കട്ട് ചെയ്യും. പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ?